ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ അങ്ങനെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഫിറ്റ്നസ് എടുക്കാൻ പോവാട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് പോവാണ്. സമയം കറക്റ്റ് 5 മണിയായിട്ടുണ്ട്. ഞാൻ വണ്ടി വേഗം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 5:01 നമ്മൾ ഇന്നലെ എടുത്ത 2 ഫോട്ടോസ്റ്റാറ്റിൻ്റെ പേപ്പർ ഉണ്ട്. ഈ 2 പേപ്പർ മാത്രമേ നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ടുള്ളൂ. ബാക്കി കുറേ കാര്യങ്ങൾ RC, ഇൻഷുറൻസ്, പെർമിറ്റ്, GPS, സ്പീഡ് ഗവർണറുമായി അങ്ങനെ കുറേ പേപ്പറുകൾ ഉണ്ട് ഇതിൽ. അപ്പോൾ ഏതൊക്കെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാണ്ട്. അപ്പോൾ ബാക്കിയൊക്കെ ഒറിജിനലാണ്. അപ്പോൾ എന്തായാലും RDOക്ക് ഒരു കയ്യിൽ എന്തെങ്കിലും ഒരു പേപ്പർ കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുക്കലുണ്ട്. അപ്പോൾ പിന്നെ അത് അവിടെ എത്തിയിട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാം. പിന്നെ നമ്മളെ CNG കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഷോറൂമിൽ നാളെ കൊടുത്തപ്പോൾ അടിച്ച് CNG ഒരു പുള്ളി ഒളിഞ്ഞ് കഴിഞ്ഞ CNGയിൽ നമ്മൾ 135 കിലോമീറ്റർ ഓടി കഴിഞ്ഞിട്ടില്ല കേട്ടോ. പോകുന്ന വഴിക്ക് CNG അടിക്കണം. അതിനു മുമ്പ് നമ്മളെ കൂടെ വരുന്നതേ നമ്മളെ വണ്ടിൻ്റെ ഓണറാണ്. അപ്പോൾ താജുദ്ദീൻ ഇന്നലെ രാത്രി വിളിച്ചപ്പോൾ ആൾ കുറേ ലീവ് എടുത്തല്ലോ ഇപ്പോൾ അടുത്തൊക്കെ. അപ്പോൾ പിന്നെ ഇനി ലീവ് ഓനെന്തോ വണ്ടിൻ്റെ ഓയിൽ ചേഞ്ചൊക്കെ ഉണ്ട്, അന്ന് ലീവ് എടുക്കാനുണ്ട്. അപ്പോൾ മുതലാളി ഇനി ലീവ് വേണോ എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ ബുദ്ധിമുട്ടിക്കണ്ട, ഞാൻ ഓൻ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ഓക്കെ എന്ന് പറഞ്ഞത്. എന്നോട് മുതലാളി പറഞ്ഞു ബുദ്ധിമുട്ടിക്കണ്ട, മറ്റേ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം പോന്നാൽ മതി എന്നുള്ള രീതിയിൽ. അപ്പോൾ ഓൻ അങ്ങനെ ഒരു ചെറിയ പ്രയാസം ഉണ്ടോന്നു. അപ്പോൾ നമ്മളെ മുതലാളി ഇങ്ങോട്ട് തന്നെ പോരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുതലാളിൻ്റെ വീട് അവിടെയാണല്ലോ. ഇവിടെ ഒന്ന് മുതലാളിൻ്റെ വീട്ടിൽ ഒന്ന് കയറണമെങ്കിൽ കയറും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഏതായാലും ആൾ പാലാരോട്ടത്താണ് താമസിക്കുന്നത്. അപ്പോൾ ആൾ ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്യണം. ഞാൻ 4:45 നീച്ചത്. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് ഒരു 15 മിനിറ്റ് കൊണ്ട് വേറെ റെഡിയായി. വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്. അപ്പോൾ ആളിങ്ങനെ വിളിക്കുന്നുണ്ട്. ഞാൻ എണീറ്റ് പല്ല് കേൾക്കാൻ സമയത്ത് എനിക്ക് തോന്നി ഒരു കോൾ വരുന്നുണ്ട്. അപ്പോൾ അത് അയാൾ തന്നെ കേൾക്കാറ്, അല്ലാതെ ഈ നേരത്തെ ആരും ഫോൺ വിളിക്കൂലല്ലോ. അപ്പോൾ നമ്മളെ കോൾഡ് സ്റ്റാർട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഐശ്വര്യമായിട്ട് വണ്ടി തുടങ്ങട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മളെ ജസ്റ്റ് നമ്മളിവിടെ അയൽവാസി ഫ്രണ്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേങ്കിൽ നമ്മളെ സ്റ്റെപ്പിനി ടയർ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കാണ്ട്. അപ്പോൾ ഇവിടെ പഞ്ചായത്തിൻ്റെ ഒരു പൈപ്പ് ഉണ്ട്, ഇതിൽ വെള്ളം ഉണ്ടാക്കട്ടെ. ഭാഗ്യം വെള്ളമുണ്ട്. ഞാൻ വേഗം ആ ടയർ സ്റ്റെപ്പിനൊന്ന് കഴിയണമല്ലോ. സ്റ്റെപ്പിന് നമ്മൾ പഴയത് ഇങ്ങനെ ഇട്ടപ്പോൾ ആകെ ചളിയാണ് കേട്ടോ. വലിയ ഇതൊന്നും ഇല്ല, സ്റ്റെപ്പിന് നല്ല വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് അയച്ചിട്ട് ഇനി സ്ക്രൂ അയക്കണം. ഇവിടുന്ന് അയച്ചിട്ട് ഇത് ഒന്ന് തുടച്ചാലും മതി. ഒന്ന് തുടക്കട്ടെ. അവിടെ പട്ടികളുണ്ട്, പട്ടികൾ സീനാവോന്നാവോ. അത് കൂടുതൽ പരിപാടിയൊന്നും നടക്കില്ല. ജസ്റ്റ് ആ മേൽഭാഗേ ആ കാണുന്ന ഭാഗം ഒന്ന് തുടച്ചിട്ടുണ്ട്. അത് മാത്രമേ ഇപ്പോൾ പറ്റുള്ളൂ നമുക്ക്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നേരത്തെ എത്തുകയാണെന്നുണ്ടെങ്കിൽ മുതലാളിൻ്റെ വീടിൻ്റെ മുറ്റത്തു നിന്ന് ശരിക്കും കഴിക്കാനൊക്കെ പറ്റുന്ന ഒരു സൗകര്യം ഉണ്ട്. അവിടെ നിന്ന് പറ്റുമോ നോക്കി നോക്കാം നമുക്ക്. ജസ്റ്റ് ഒന്ന് തുടക്കാൻ എല്ലാവരും പറയുന്നുണ്ട് സ്റ്റെപ്പിന് ടയർ നല്ലത് വേണട്ടോ, നല്ലതൊന്ന് വെച്ചതുകൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇടുക്കിയിൽ. അപ്പോൾ ആ ഉള്ളതൊന്ന് അയമോ ഇല്ലാണ്ട് ഗ്രിപ്പൊന്നും ഇല്ല, എന്നാലും ഉള്ളതൊന്ന് ക്ലിയർ ചെയ്ത് വെച്ചാൽ. അപ്പോൾ ഞാൻ പോട്ടെ, സമയം ഇപ്പോൾ തന്നെ 5:08. അങ്ങനെ നമ്മൾ ലാസ്റ്റ് പാലാരോട്ട് എത്തിയിട്ടുണ്ട്. കുറച്ച് സ്വിറ്റ് ഇട്ടോ, കാരണം ആള് ഹൈവേയിലാണ് നിൽക്കുന്നത്. ഞാൻ ഈ പാലാരോട്ടം ജംഗ്ഷൻ്റെ ഭാഗത്താണ് വെച്ചിട്ട് എടപ്പള്ളി ലുലുവിൻ്റെ ഫ്രണ്ടിലുള്ള ഫ്ലൈ ഓവർ കയറിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഹൈവേ തന്നെയാണ്. അപ്പോൾ ഇങ്ങോട്ട് തന്നെ തിരിച്ച് പോന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് CNG പെട്രോൾ രണ്ടും അടിക്കണം. പിന്നെ വേറെ സംഭവം ഉണ്ട്, നമ്മൾ നമ്പർ പ്ലേറ്റ് പെയിൻ്റ് അടിച്ചിട്ടില്ല. അത് പെയിൻ്റ് അടിക്കണം. ഒരു ഭാഗത്ത് സ്റ്റിക്കർ ഉണ്ട്, 2 ഭാഗത്ത് പെയിൻ്റ് അടിക്കണം. അത് ഈ ടെസ്റ്റ് അടിക്കണ അവിടെ ആൾക്കാരുണ്ടാവലുണ്ട്. അത് നോക്കി നോക്കണം. നമുക്ക് 9 മണിൻ്റെ മുമ്പ് എത്തണോണ്ട് പെയിൻ്റ് അടിക്കാനൊന്നും വേറെ സമയം ഉണ്ടാവില്ല. എന്താവോ. നമ്മളിപ്പോൾ ഇവിടെ മുട്ടത്താട്ടുള്ളത്. ഇവിടെ മുതലാളിൻ്റെ വൈഫും ഉണ്ട്. അപ്പോൾ ഇവിടെ CNG ഉണ്ട്, പക്ഷേങ്കിൽ 6 മണിയാവും. അപ്പോൾ തൽക്കാലം 500 രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഇവിടെ പൊന്നാനി ഹാർബറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. 8:16 നമ്മളൊരു 5:30 ആയപ്പോഴാണ് പുറപ്പെട്ടത്. RCയും മറ്റേ ലൈസൻസും ഇവിടെ ഉണ്ട്. പിന്നെ പൊല്യൂഷൻ്റെ പേപ്പർ, പിന്നെ കുറച്ച് പേപ്പറുകളുണ്ട്. ഇത് നമ്മളെ ഇന്നലെ സ്പീഡ് ഗവർണറിൻ്റെ പേപ്പറാണ്. ഇത് GPS-ൻ്റെ പേപ്പറാണ്. അല്ല, ഇത് സ്പീഡ് ഗവർണറും ഇത് GPS-ഉം. വലിയ പേപ്പറൊന്നും വേണ്ട, നമ്മൾ ഏജൻസി വഴി ആവുകൊണ്ട്. അപ്പോൾ ഏതായാലും ഞാൻ ആളെ വിളിച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ ആൾ വന്നോളും. അപ്പോൾ നമ്മൾ ക്യൂലാട്ടം നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓണർ അവിടെ ഉണ്ട്. അത് പോരുന്ന വഴിക്ക് ആളെ ഓണറെ വൈഫ് ഉണ്ട് എന്ന് പറഞ്ഞു കളമശ്ശേരിയിൽ നിന്ന്. അപ്പോൾ ആളെ പോരുന്ന വഴിക്ക് തൃശ്ശൂർ ആ ഭാഗത്ത് ഡ്രോപ്പ് ചെയ്ത് പിന്നെ ഇങ്ങോട്ട് പോകുന്നത്. 3 CNG പമ്പ് കയറി. ലാസ്റ്റ് നമുക്ക് ചാലക്കുടിയിൽ നിന്നാണ് CNG കിട്ടിയത്. മറ്റേ മുട്ടത്ത് CNG ഇല്ല. പിന്നെ ഉള്ളത് അത്താണിയിലൊരു 10 മിനിറ്റ് ആവുന്നതാണ്. അപ്പോൾ പിന്നെ നമുക്ക് അടുത്തു നിന്ന് അടിക്കാറുണ്ട്. അപ്പോൾ ഇതിനടുത്ത് പോകുന്നപ്പോൾ നമ്മൾ അപ്പോളോൻ്റെ അവിടെ ആൾ വന്നിട്ടില്ല. അവിടെ സാധനം ഉണ്ട്, പക്ഷെ ആൾ വന്നിട്ടില്ല, അടിക്കുന്ന ആൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചാലക്കുടിയിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ കുറച്ചൊക്കെ പെട്രോൾ ഓടി. പിന്നെ നമ്മൾ 500 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിന്. ഇപ്പോൾ CNG ഇനി 6-7 അട്ടിമ്പാടുണ്ട്. 119 കിലോമീറ്റർ ആട്ടോ നമ്മൾ ടോട്ടൽ ഓടിയത്.
അപ്പോൾ ഏതായാലും ഇനി സമയമാവട്ടെ, നേരത്തെ എത്തിയിട്ടുണ്ട്. ഇനി വേറെ പ്രശ്നമുണ്ട്, നമ്പർ പ്ലേറ്റിൻ്റെ ചെറിയ സീനുണ്ട്, അതെന്താവുമെന്ന് അറിയില്ല. എന്തായാലും ആൾ വരട്ടെ. അങ്ങനെ നമ്മൾ സമയം ഒരു 9:15 ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു 3ാമത്തെ വണ്ടി നമ്മളതാണ്. ഇവിടെ ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഓണർ അവിടെ നിൽക്കുന്നുണ്ട്, പേപ്പറും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഈ RC ഒക്കെ ഒറിജിനലാണ്, പ്രിൻ്റ് എടുത്തിട്ടില്ല. എന്താവുന്നാവോ. ഫൈനലി നമ്മളെ സാധനങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടോ. ഓക്കെ, ഡാഷ്ബോർഡിലേക്ക് കുത്തി കയറ്റിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ വണ്ടി ഓണറെ വീട്ടിലാണുള്ളത്. ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഏതായാലും ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ എറണാകുളത്തേക്ക്. ഇതാട്ടോ നമ്മളെ കാർ ഓണറെ വീട്. അവിടെ ഹൈവേൻ്റെ സൈഡിൽ തന്നെയാണ്. കുറച്ച് നേരം ഊഞ്ഞാലാടട്ടെ. ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട്, അത് ചെരിഞ്ഞാണ്ടാ നിൽക്കണേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കിടപ്പ്. അപ്പോൾ ഇനി നേരെ എറണാകുളത്തേക്ക് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് മുതലാളിമ്പാടെ ഉണ്ടാവും, ആളെയും കൂട്ടിയിട്ട് നേരെ ഒറ്റ പോക്കാം. അപ്പോൾ നമ്മൾ ഫിറ്റ്നസ് എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, മുഴുവൻ കംപ്ലീറ്റ് ആയി. നമ്മളെ ഓണറെ വൈഫ് ഹൗസിൽ തന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തു. ഇതാട്ടോ വൈഫ് ഹൗസിലേക്ക് പോകണ റോഡ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ബാക്കോട്ട് പോയിട്ട് അവിടെ യൂട്ടേൺ അടിച്ച് പോകുന്നു. പക്ഷേങ്കിൽ നമുക്ക് ആ റോഡ് അങ്ങോട്ട് തന്നെയാണ് പോകേണ്ടത്. ആ സർവീസ് റോഡ് വഴി തന്നെ പോയാൽ മതിയായിരുന്നു. ചിലപ്പോൾ അണ്ടർപാസ് വഴി റൈറ്റിക്ക് യൂട്ടേൺ ഉണ്ടാവും. ഇതിൽ പോയാൽ ഇനി എത്താൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും കുഴപ്പമില്ല. പിന്നെ നമ്മളങ്ങോട്ട് പോയപ്പോൾ നമ്മൾ CNG അടിച്ചിട്ടുണ്ടായിരുന്നു. 134 കിലോമീറ്റർ ആട്ടോ നമ്മൾ CNGയിൽ ഓടിയത്. ഇനിയുണ്ട് 5 കട്ട. ഇപ്പോൾ ഇങ്ങോട്ട് പോന്നപ്പോൾ നമ്മൾ AC-യിലാണ് പോകുന്നത്. അങ്ങോട്ട് പോയപ്പോൾ AC കുറച്ച് നേരം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ടോട്ടൽ നമ്മൾ 179 കിലോമീറ്റർ 150 കിലോമീറ്ററോളം ഓടി ഇന്നത്തെ ദിവസം പാലാരിവട്ടത്തു നിന്ന് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ഊബർ ഓണാക്കി നോക്കുകയാണ്. എന്തായാലും നമ്മളിവിടെ വെയിറ്റ് ചെയ്യില്ല, കാരണം ഇന്ന് ഓടണില്ല. ഇന്ന് നമുക്ക് ഈ ഫോണിൽ നിന്നല്ല ഡിസ്പ്ലേ മാറ്റിയപ്പോഴേ, ഇത് വേറൊരാളുടെ ഫോൺ, അത് എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഊബർ ഇനി ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. 5G അടിപൊളി സെറ്റാണ്. അപ്പോൾ ഇതിലുണ്ടായിരുന്ന കുറച്ച് ഡാറ്റകൾ ഞാൻ അവിടുത്തെ മൊബൈൽ ഷോപ്പിലത്തെ കമ്പ്യൂട്ടർക്ക് ആക്കിയിരുന്നു. ഞാൻ അറിയാണ്ട് ഡിലീറ്റ് ചെയ്ത് പോയി. അപ്പോൾ എന്താ വെച്ചാൽ അത് റിക്കവർ ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കണം. അപ്പോൾ വേഗം എടപ്പള്ളി മൊബൈൽ ഷോപ്പിലേക്ക് പോവുക. നാളെ രാവിലെ മുതൽ നമ്മൾ ഓടും. നമ്മളെന്തായാലും ഇപ്പോൾ ഊബർ ഓടുന്നുണ്ട്, അതൊന്ന് ചാലായിക്കോട്ടെ. അപ്പോൾ ഈ മൊബൈൽ ആദ്യമായിട്ടാണ് ഈ സ്റ്റാൻഡുമ്മ കയറുന്നത്. സ്റ്റാൻഡുമ്മ കയറിയിട്ടുണ്ട്. ഇനി ഇത് ട്രിപ്പ് അടിക്കട്ടെ. എറണാകുളം ഇന്ത്യ കോട്ടേഴ്സോ റെയിൽവേ ക്വാർട്ടറോ അങ്ങനെ എന്തോആണ് ഡെസ്റ്റിനേഷൻ ആയിട്ട് കിടക്കുന്നത്. എറണാകുളം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഫ്രണ്ടിലേക്ക് പോയിട്ട് അവിടെ യൂട്ടേൺ അടിക്കുക, നേരെ തിരിച്ച് പോവുക. പിന്നെ നമുക്ക് ടോളില്ല കേട്ടോ. ടോളിപ്പോൾ ഓഫാക്കിക്കാണല്ലോ, ഇപ്പോൾ എടുക്കുന്നില്ല. അപ്പോൾ അത് ആ ടോളിൻ്റെ ഗേറ്റൊക്കെ ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് പോകുമ്പോഴും കുഴപ്പമില്ല. ഇങ്ങോട്ട് ടോൾ വഴി തന്നെ പോകുന്നത്. അപ്പോൾ ടോൾ കൊടുക്കണ്ട, അതിൻ്റെ പ്രശ്നമില്ല. പിന്നെന്താണെന്നോ, ഇന്നിപ്പോൾ ഇനി എറണാകുളത്തേക്ക് ഇവിടെ വെയിറ്റ് ചെയ്ത് ട്രിപ്പ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 700-800 റുപ്യേൻ്റെ ട്രിപ്പൊക്കെ അടിക്കും. പിന്നെ ഇന്നിപ്പോൾ നമ്മൾ ഫിറ്റ്നസ് കഴിഞ്ഞാൽ തന്നെ വലിയൊരു അച്ചീവ്മെൻ്റാണ്, അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇനി വേറെ ട്രിപ്പ് കിട്ടിയില്ലെങ്കിലും വലിയ സങ്കടമൊന്നുമില്ല. വേഗം പോയി കഴിഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് എറണാകുളം എത്താറോ. ചിലപ്പോൾ ഒരു 50-60 കിലോമീറ്ററൊക്കെ ഉണ്ടാവും. എത്ര കിലോമീറ്റർ കറക്റ്റ് എനിക്ക് അറിയില്ല. ഏതായാലും അവിടെ പോയിട്ട് യൂട്ടേൺ അടിക്കട്ടെ. നമ്മൾ വെറുതെ ഒരു യൂട്ടേൺ അടിച്ച് അണ്ടർപാസ് വഴി തന്നെ ഉള്ളൂ യൂട്ടേൺ. അല്ലാന്നുണ്ടെങ്കിൽ ആ പാലം കയറി പോകണം, കുറേ ഉണ്ടാവും. ഇങ്ങനത്തെ ഹൈവേൻ്റെ പാലൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദൂരം ഉണ്ടാവും. അപ്പോൾ അണ്ടർപാസ് വഴി യൂട്ടേൺ അടിച്ചിട്ട് ഒറ്റപ്പെടുത്താം. ജസ്റ്റ് പാല യൂട്ടേൺ അടിച്ചിട്ട് ഹൈവേ കയറിയില്ല. അപ്പോൾ ഇതിനൊരു മാച്ച് വന്നിട്ടുണ്ടായിരുന്നു. 157 രൂപയുടെ 8 കിലോമീറ്റർ 500 മീറ്റർ പിക്കപ്പ് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വേണ്ടാന്ന് കരുതി, വേറെ എവിടേക്കാണെങ്കിൽ പിന്നെ ഡെസ്റ്റിനേഷൻ എടുക്കണം. ചിലപ്പോൾ ആ ഭാഗത്തേക്ക് തന്നെ ആയിരിക്കും, എടുത്താൽ മതിയായിരുന്നു. കാരണം എന്താ, നമ്മൾ 4-5 ദിവസം ലീവ് എടുത്തല്ലോ. ഒരു കാറ് വരുന്നുണ്ട് പോട്ടെ. അപ്പോൾ 4-5 അല്ല 6 ലീവ് എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഓടി എന്നാൽ നോക്കേണ്ടി വരും. അപ്പോൾ എന്താണെന്നോ, ഇനിയിപ്പോൾ എറണാകുളം പോയാൽ ട്രിപ്പ് അടിക്കാണ്ട് നാളെ രാവിലെ തന്നെ ഓപ്പൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറേ സമയം പോസ്റ്റ് കിട്ടും. ഒരു ട്രിപ്പൊന്ന് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഇത്രയും ദിവസം ഉണങ്ങി കിടന്നത് ജീവൻ വെച്ച് കിട്ടും, റെഡിയാവും. ഇനി അടുത്തൊരു മാച്ചോ എന്തെങ്കിലും ട്രിപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ എടുക്കണം. എന്താണെന്ന് അക്കൗണ്ടൊന്ന് റെഡി ആയിക്കോളും. ഒരു 1.5 ആഴ്ചയിലും ആയിട്ടുണ്ടാവും നമ്മൾ ഊബർ ഓടിയിട്ട്. ഇതുണ്ടോ, നമ്മൾ ലാസ്റ്റ് 7-ാം തീയതിയാണ് ഓടിയത്. 7-ാം തീയതി ഒരു 856 രൂപക്ക് ഓടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്ന് 16-ാം തീയതി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 9 ദിവസം 10 ദിവസം ആയിട്ടുണ്ട്. അപ്പോൾ അത്രയും ദിവസം ഓഫായി കിടക്കായിരുന്നില്ല, നമ്മൾ ലീവ് അപ്ലൈ ചെയ്തിട്ടുമില്ല. അപ്പോൾ ഏതായാലും ഇനിയൊരു ട്രിപ്പും പാടെ അടിച്ചാൽ എടുക്കണം, നമുക്ക് അക്കൗണ്ട് ഒന്ന് ചാലാക്കണം. എന്നാലും നമ്മൾ നാളെ രാവിലെ ഇറങ്ങണേന് കാര്യം ഉണ്ടാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നാളെ രാവിലെ ഇറങ്ങിയിട്ട് ആ നിർത്താൻ നിൽക്കേണ്ടി വരും. എന്തായാലും ഇപ്പോൾ ഒരു സമാധാനം ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ 2 കൊല്ലത്തിനൊന്നും നോക്കണ്ടല്ലോ, വണ്ടീൻ്റെ മെയിൻ്റനൻസ് മാത്രം നോക്കിയാൽ മതി. ആ ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. മറ്റേത് റോട്ടിൽ കറക്കാനും പേടിയേന്, വരാവോ വണ്ടി തട്ടുമോ മറ്റേത് മറിച്ച് പറഞ്ഞാണ്ട് ഒരു കണക്കിനൊക്കെ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു. നാളെ മുതൽ എങ്ങനെ വെച്ചാൽ വണ്ടി ഓട്ടാം. പിന്നെ ഫിറ്റ്നസ് എടുക്കാൻ പോണവരൊക്കെ പരമാവധി എല്ലാവരും ഏജൻറ്റ് വഴി തന്നെ ആക്കാൻ നോക്കുക. ഏജൻറ്റ് വഴി ആക്കുമ്പോൾ നമുക്ക് കുറേ പണികൾ കഴിഞ്ഞിട്ടും. ആകെ എൻ്റെ വണ്ടിൻ്റെ RC മാത്രമാണ് അവർ ചോദിച്ചത്. ബാക്കി പേപ്പറുകളൊക്കെ എന്നോട് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏജൻറ്റ് ആൾക്കാർ. പക്ഷെ അതൊന്നും ചോദിച്ചില്ല. അതിൻ്റെ ആൾക്കാർ അവിടെ ഉണ്ടാവണോണ്ട്
നമുക്കതൊക്കെ സിമ്പിളാകും. അവർ ഓൾറെഡി അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ RC ജസ്റ്റ് ഒന്ന് നോക്കും, വണ്ടി നോക്കും, വണ്ടി നമ്മളെ ചേസ് നമ്പറും നോക്കും, സ്റ്റാർട്ട് ചെയ്യിപ്പിക്കും, ലൈറ്റ് കാര്യങ്ങൾ, പിന്നെ CNG കുറിച്ച് കാര്യങ്ങൾ ചോദിച്ചു നോക്കി, കമ്പനി ഫിറ്റാണോ മറ്റേതാണെന്നൊക്കെ. ബാക്കിയൊക്കെ അവർക്ക് അറിയും, കാരണം ഏജൻറ്റ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ അവരുടെ അടുത്തുണ്ടാവും. അപ്പോൾ ഏതായാലും മനസ്സമാധാനത്തോടെ ഇനി വണ്ടി ഓടിക്കാം. ഇനി 2 കൊല്ലത്തിന് കുറച്ച് പൈസ ഉണ്ടാക്കണം. അപ്പോഴാണ് ടാക്സിൻ്റെ ഓരോ ചിലവുകൾ നമുക്ക് മനസ്സിലായത്. ഞാനെന്തായാലും എറണാകുളം എത്തിയിട്ട് ഈ ഒരു ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് നമുക്ക് ചിലവായ കാര്യങ്ങൾ, ഈ ഒരു 2 മാസം 1 മാസത്തിൽ ചിലവായ എമൗണ്ട് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഒരു 1:50 ആയപ്പോൾ നമ്മളിവിടെ എടപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. മൊബൈൽ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്, മൊബൈൽ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ നമുക്ക് വരുന്ന വഴിക്ക് തൃശ്ശൂരിൽ നിന്ന് ആദ്യം ഒരു മാച്ച് അടിച്ചു, നമുക്ക് കിട്ടിയില്ല. പിന്നെ ഏകദേശം ഒരു അങ്കമാലി അവിടുന്ന് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അതും ഞാൻ കുറച്ച് ലൈറ്റായിട്ടാണ് എടുത്തതുകൊണ്ട് അതും കിട്ടിയില്ല, മാച്ച് ട്രിപ്പായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു കളമശ്ശേരി എത്തിയപ്പോൾ ഞാൻ ഊബർ ഓഫ് ചെയ്ത് ഇനി വേറെ എവിടേക്കൊക്കെ ട്രിപ്പ് അടിച്ച് നിർത്തിയിട്ട് നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ട് ഇവിടെ മൊബൈൽ ഷോപ്പിൽ കുറച്ച് വീഡിയോസ് റിക്കവർ ചെയ്യാണ്ട്, ഇന്നലെ കുറച്ച് മിസ്സായ വീഡിയോസ്. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു 1-2 മാസം കൊണ്ട് ചിലവായ കണക്കൊന്ന് നോക്കി നോക്കാം. നമുക്ക് ടോട്ടൽ നമുക്ക് ചിലവാവേണ്ട ഒരു എമൗണ്ടാണിത്, 68,056 രൂപ. അപ്പോൾ അതിൽ 30,000 റെൻ്റാട്ടോ. അത് പ്രാവശ്യം ഓണർ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് 38,056 രൂപയാണ് എൻ്റെ നിലവിൽ ഇപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയത്. ആദ്യം ക്ലെയിം ഇട്ടത് 714, ഇൻഷുറൻസ് 23,592 രൂപ, ക്ലെയിം രണ്ടാമത്തിന് 1000 രൂപ, പിന്നെ ടയർ 2 എണ്ണം വാങ്ങി 5,650 റുപ്യ, GPS-ന് 5,500 2 കൊല്ലം റീചാർജിൽ, പിന്നെ ഫിറ്റ്നസ് 1,400. ടോട്ടൽ 38,056 രൂപ നമ്മളെ കയ്യിൽ നിന്ന് ഇപ്പോൾ ചിലവായി. അതിൽ നമ്മൾ ബാക്കി CNG കാര്യങ്ങളൊന്നും കൂട്ടിയില്ല കേട്ടോ, ബാക്കിയുള്ള ചിലവും കാര്യങ്ങളാണ്. ഇതാണ് ഇപ്പോൾ എനിക്ക് കിട്ടുന്നത്. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ റെൻറ്റും പാടെ അതിലുണ്ടെന്നുണ്ടെങ്കിൽ 68,000, പക്ഷേ റെൻറ്റ് ഇപ്രാവശ്യം വേണ്ടാന്ന് പറഞ്ഞു, കാരണം ഇത്രയും ചിലവില്ലേ. അപ്പോൾ ഏതായാലും ഇനി നാളെ ഐശ്വര്യമായിട്ട് വർക്ക് തുടങ്ങണം. കുറച്ചൊരു 5-6 റുപ്യ കട ഉണ്ട് ഇപ്പോൾ ഇത്രയും ആയതിൽ. അപ്പോൾ ആദ്യമൊക്കെ വീട്ടണം. അപ്പോൾ ഇന്നെന്തായാലും ഇനി ഓട്ടമല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ഇനി നാളെ കാണാം.